എന്തൊരു ടേസ്റ്റാണ് മക്കളേ. ഓ. ഹലോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊക്കവട കട്ട്ലേറ്റ് ആണ്. അത് നമ്മൾ ആദ്യം ഞാൻ മൂന്ന് നാല് ബെന്നെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിന് ബ്രെഡ് നല്ല രസമായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അതിനൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുഞ്ഞിതാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഇട്ട ശേഷം നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് കുറച്ച് വലുപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പൊട്ടിച്ച് ചെറുതാക്കി ആക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ശരിയാക്കി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വേണ്ടുന്ന പച്ചമുളക്, ഇഞ്ചി, ഒരു ഉള്ളി, ഒരു വെളുത്തുള്ളി ചെറുതട്ടം, കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് കട്ട് ചെയ്ത് വരാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്യുകയാണ്. അതൊക്കെ ഏതെല്ലാം ഇട്ടിട്ട് ഓരോന്ന് മേലാക്കി വെച്ചിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് ആവും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ശരിയായി വന്നിരിക്കണം. ശേഷം അതൊക്കെ എടുത്തിട്ട് അതിന് മുകളിൽ ഇട്ടെടുത്ത് നമുക്ക് അടുത്ത് വേണ്ടത് മെയിൻ സാധനമാണ് മല്ലിച്ചപ്പ്. അതും അതേപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്യുക. അപ്പോൾ അതും കട്ട് ചെയ്ത് റെഡി ആയിട്ട് ഞാൻ കൊടുക്കുക അതിന് മുകളിൽ കൂടെ. അതിനുശേഷം നമുക്ക് ഉള്ളി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്യണം. നമുക്ക് വൈകുന്നേരത്തുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരു പലഹാരമാണിത്. ഇത് നല്ല സോസോ മയോണൈസോ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെയും കുട്ടികൾ ചോദിക്കും, അധികം ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മളെ സാധനം റെഡി. ഞാൻ അതിൽ കുറച്ച് മസാല ഇട്ട് നമുക്ക് ആദ്യം ഉപ്പിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി പേരിന് കേട്ടോ, അര സ്പൂണ് കാശ്മീരി ചില്ലി, കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല കൂടെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് മീറ്റോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഇത് വേണമെങ്കിൽ ഇടാം. ടേസ്റ്റ് എങ്ങനെയാണ് അനുസരിച്ച് ഇടാം. കുറച്ച് പെരുംജീരകം പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഒന്നും കൂടി സെറ്റായിരിക്കും. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമുക്കൊന്ന് മിക്സായി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കണം. കാരണം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് സെറ്റാവില്ല. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. നല്ലതുപോലെ മിക്സാക്കുക. ഇപ്പോൾ പാത്രം നിറച്ചുണ്ടാകുന്നത് ഇപ്പോൾ പാത്രത്തിന് അടിയിൽ കുറച്ചല്ലേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. ഒക്കെ മിക്സാക്കി വന്നപ്പോൾ ഇനി അത് നമുക്ക് ചെറിയ ബോളാക്കി എടുക്കാം. ഇതേപോലെ ബോളാക്കി എടുക്കുക. അപ്പോൾ എല്ലാതെ ബോൾ വലുതാക്കരുത്. അപ്പം എന്താ പറയുക, ഉള്ളു വേവില്ല. ഒരു മീഡിയം ബോളേ പോകണം കേട്ടോ. ചെറിയ ബോളാക്കി എടുക്കുക. നമ്മളെല്ലാം മൊത്തത്തിൽ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഐറ്റം ഇതിലേക്ക് വേണം. റസ്ക്, പിന്നെ ഒരു മുട്ട. ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട മാറ്റിയിട്ട് ആ റസ്ക് ഒന്ന് പൊടിച്ച് വരാം. റസ്ക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മുട്ടയും കൂടെ അതുപോലെ മിക്സാക്കി നല്ലോണം മിക്സാക്കി വീട്ടിലേക്ക് എടുക്കണം. ശേഷം ചട്ടി, കുണ്ടുള്ള ചട്ടിയാണ് ഏറ്റവും നല്ലത്. എടുക്കുക, അടുപ്പത്ത് വയ്ക്കുക, ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. നമ്മൾ ബോളാക്കി വെച്ച ഓരോന്ന് എടുത്തിട്ട് മുട്ടയിലാക്കിയതിന് ശേഷം റസ്കിൻ്റെ പൗഡർ മുക്കിയെടുത്ത് ഒരു 4-5 ഞാൻ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ എണ്ണ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിയും. അപ്പോൾ ശ്രദ്ധിക്കണം. ഫ്ലെയിം എത്രത്തോളം കുറക്കാൻ പറ്റുമോ ഒരു മീഡിയത്തിൽ കുറച്ച് വെക്കാം. നല്ല ഉള്ളും വേവത്തുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യത്തെ ഐറ്റം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ സെറ്റായി കളറായിട്ട് വരുന്നുണ്ട്. അതങ്ങനെ മൂത്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ആ മണം കണ്ട് അടിച്ചു തുടങ്ങും. പിന്നെ ഒരു രക്ഷയില്ല.
പിന്നെ വല്ല മൈനസോ സോസോ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മുക്കി അടി തുടങ്ങി കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ നിർത്തൂല കേട്ടോ. പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് അതേപോലെ എടുക്കാൻ. ശ്രദ്ധിക്കേണ്ടത് എണ്ണ അധികം ചൂടാവരുത്. അത് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും സാധനം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. എല്ലാവരോടും ബൈ ബൈ. എന്താ മോനെ, പൊളിച്ചില്ലേ? സൂപ്പർ.